അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണം നടപടിക്രമങ്ങൾ പാലിക്കാതെ എന്ന് ഹൈക്കോടതി. അജിത് കുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. MR അജിത് കുമാറിന്റെ ഹർജിയിൽ വിജിലൻസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായി ഈ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പ്രോസിക്യൂട്ട് ചെയ്യാൻ മുൻകൂർ അനുമതി വേണം. ഇതൊന്നും ഇല്ലാതെ ഈ നടപടികൾ ക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഈ നടപടി എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അജിത് കുമാർ സൂചിപ്പിച്ചിരുന്നത്? കുറ്റവിമുക്തനാക്കി എന്ന വിജിലൻസ് റിപ്പോർട്ട് വിജിലൻസ് കോടതി തന്നെ റദ്ദു ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് ചോദ്യം ചെയ്താണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജി ഇന്ന് പരിഗണിക്കുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ എതിരെ അന്വേഷണം നടത്തണമെങ്കിൽ പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം. എന്നാൽ ഇവിടെ പ്രഥമ ദൃഷ്ടിയാൽ അത്തരത്തിൽ അനുമതി വാങ്ങിയതായി കാണുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഒരു സുതാര്യതയും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൽ വിശദമായ വാദം വേണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അന്വേഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിജിലൻസിനോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ അന്വേഷണം ആരാണ് നടത്തിയതെന്ന് കോടതി ചോദിച്ചു. അജിത് കുമാർ ADGP ആണ്. സ്വാഭാവികമായി അന്വേഷണം നടത്തേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ഇവിടെ വിജിലൻസിന്റെ DYSP ആണ് അന്വേഷണം നടത്തിയതെന്ന് മനസ്സിലാകുന്നു. അതെങ്ങനെ സാധ്യമാകുമെന്ന് കോടതി ചോദിച്ചു. ഒരു ഉദാഹരണ സഹിതമാണ് കോടതിയുടെ ഭാഗത്ത് വിമർശനം ഉണ്ടായത്. ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ആരോപണം ഉയർന്നാൽ എങ്ങനെയാണ് ഒരു ജില്ലാ കോടതി ജഡ്ജിക്ക് അന്വേഷിക്കാനാകുക എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇതിൽ TV അൻവറിനെ കൂടി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് കക്ഷി ചേർത്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും ആദ്യം അജിത് കുമാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ആ പശ്ചാത്തലത്തിലാണ് TV അൻവറിനെ കൂടി കക്ഷി ചേർത്തിട്ടുള്ളത്. അദ്ദേഹം കക്ഷി ചേരാൻ സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ വിജിലൻസ് നാളെ മറുപടി നൽകും. ആ മറുപടിയിൽ വിശദമായ വാദം നടക്കും. അതിനുശേഷം ഒരു ഇടക്കാല ഉത്തരവിനുള്ള സാധ്യത നാളെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓണാവധിക്ക് വേണ്ടി കോടതി അടക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകും. സ്റ്റേ വേണമെന്നുള്ളതാണ് അജിത് കുമാറിന്റെ ആവശ്യം. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.